ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, കാണാനാളില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നമ്മളെല്ലാം റെഡിയല്ലേ? ഒന്നെല്ലാരും ഒന്ന് കൈയടിച്ചേ. ഞാൻ എന്റെ കാലുകൾ നിവർത്തുന്നു. നമസ്കാരം. മനുഷ്യർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട അല്ലേ? സ്നേഹമുള്ളവരല്ലേ? എന്താ നിങ്ങൾക്ക് ആർക്കൊരു ഉഷാർ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് ബന്ധുക്കളും സ്വന്തം നാട്ടുകാരുമാണെന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അന്യ നാട്ടുകാർക്ക് എന്നെ അറിയാം, എന്റെ കവിതകളെയും. എനിക്ക് സുഖമില്ലാണ്ടിരുന്നിട്ട് പോലും ഞാൻ ഇത്രയും ഒരു ഉഷാറ് കാണിക്കുന്നുണ്ട് അല്ലേ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇല്ല, സൗണ്ട് ഇല്ല ആർക്കും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്ന് കോവിക്കേ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഏയ്, എന്തിന്? ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. എല്ലാവർക്കും സുഖമല്ലേ? അതും ഇല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. പക്ഷെ നിങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപി ഒന്നുമല്ല ഞാൻ. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ പറ്റി വിചാരിച്ചിരുന്നത്. സാധാരണ ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുന്നത്. എനിക്ക് തെറ്റിപ്പോയി ആശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ടിവിയിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ ട്രിപ്പ് ഇട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് പോയി നിങ്ങൾക്ക് ആർക്കും ഒരു ഉഷാറില്ലാത്ത ഭയങ്കര മോശം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല.